ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നമുക്ക് എപ്പോഴാണ് നീറ്റിൽ നമ്മുടെ ടോപ്പ് സ്കോർ അല്ലെങ്കിൽ നമ്മളുടെ ഡ്രീം സ്കോറിലേക്ക് എത്താൻ പറ്റുന്നത്? സോ നമ്മൾ പഠിക്കുമ്പം നമ്മൾക്കൊക്കെ ഉള്ള ഒരു ധാരണയുണ്ട്, നമ്മൾ കുറേ കോൺസെപ്റ്റ് ഒക്കെ പഠിച്ച് കുറേ വായിച്ച് കുറേ എഴുതി കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധ സെറ്റാവും, നമ്മൾക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റും എന്നുള്ളത്. ശരിക്കും അങ്ങനെയാണോ? ഒരുപാട് നീറ്റിലെ ടോപ്പ് സ്കോറേഴ്സ് അവരുടെ ഇൻ്റർവ്യൂസിലും അവരെപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന കാര്യമാണ്, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പം അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽസിൽ അവരുടെ വീഡിയോസ് കാണുമ്പോൾ ഒക്കെ അവർ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഞങ്ങളെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവർ NCERT വായിച്ചത്. രണ്ടാമത്തെ കാര്യം, അവരെഴുതിയ മോക്ക് എക്സാമുകൾ. അതായത് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കണം, നമ്മൾ തിയറി, നമ്മൾക്ക് കോൺസെപ്റ്റ് നമുക്ക് നല്ലപോലെ മനസ്സിലാവണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം വി ഷുഡ് ഓൾസോ ഫൈൻഡ് ടൈം ടു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. അതും വേണം. രണ്ടും നമ്മുടെ സ്റ്റഡിയുടെ പ്രാക്ടീസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. പക്ഷേ നമ്മളുടെ പ്രിപ്പറേഷൻ എപ്പോഴും അതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തുക, നമ്മൾക്ക് റിസൾട്ട് വരുന്നത് എപ്പോഴും എന്താണ്, നമ്മുടെ എക്സാമിൻ്റെ അതേ പാറ്റേണിലുള്ള എക്സാമുകൾ, നമ്മളുടെ നീറ്റ് എക്സാമിൻ്റെ അതേ മോഡലുള്ള എക്സാമുകൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എഴുതുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, മോക്ക് എക്സാം വരുന്നുണ്ട്, പക്ഷെ ഞാനിപ്പോൾ എഴുതുന്നില്ല. കുറേ മക്കളൊക്കെ പറയുന്ന കാര്യമാണ്, സിലബസ് ഒന്നും ആയിട്ടില്ല മിസ്സേ, അല്ലെങ്കിൽ എനിക്ക് കുറേ ബാക്ക്ലോഗ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഈ എക്സാം എഴുതണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന് സിലബസ് ഒക്കെ ഒന്ന് സെറ്റായിട്ട് ലാസ്റ്റ് ഒരു ജാനുവരി ഫെബ്രുവരി മുതൽ എന്താ പറയുക, മോക്ക് എക്സാം ഒക്കെ എഴുതി തുടങ്ങാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്കോറും എൻ്റെ നീറ്റ് സ്കോറും തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ലല്ലോ. അതൊക്കെ ശരി തന്നെ, ഓക്കെ, നമ്മളുടെ സ്കോറൊന്നും നിങ്ങളിപ്പോൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ it is very very important that you get to know the pattern of the exam. അപ്പോൾ നിങ്ങൾ പറയും, മാം ഓൾറെഡി ഞാൻ ഈ എക്സാം ഒക്കെ എഴുതിയതാണ്, എനിക്കറിയാം, നീറ്റ് ഞാനിപ്പം സൂപ്പർ റിപ്പീറ്റർ ആണ്, എനിക്ക് എക്സാം ഹാളിൽ എന്താ നടക്കുന്നതെന്ന് അറിയാം, എക്സാമിൻ്റെ പാറ്റേൺ എനിക്കറിയാം. പക്ഷേ ചിൽഡ്രൻ, ഈച്ച് ആൻഡ് എവറി ടൈം യു വാക്ക് ഇൻ ടു ദി എക്സാം ഹാൾ ഇറ്റ്സ് എ ന്യൂ എക്സ്പീരിയൻസ്. അത് നിങ്ങൾ പറയില്ലേ? കാരണം ഓരോ പ്രാവശ്യവും നമ്മൾ ഒരു മോക്ക് എക്സാം ഹാളിൽ കയറി നീറ്റ് എക്സാമിൻ്റെ അതേ പാറ്റേണിൽ അതേ എക്സ്പീരിയൻസിൽ നമ്മൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ ഓരോരോ പുതിയ കാര്യങ്ങൾ പഠിക്കും. ഓരോ സമയത്ത് നമ്മൾക്ക് ഓരോന്നായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഇതുവരെ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു റിയലൈസേഷൻ നമുക്ക് ഉണ്ടാകും. ചില പോർഷൻസ് നമ്മൾ ശരിയായ രീതിയിൽ പഠിച്ചില്ലായിരുന്നു, നമ്മളത് നല്ലപോലെ പഠിക്കണം, അല്ലേ? പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന മിസ്റ്റേക്സ് നമ്മളത് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കണം. ശരിക്കും നമുക്ക് എപ്പോഴാണ് ഇതിലൊക്കെ നല്ല മാർക്ക് മേടിക്കാൻ പറ്റുക? നമ്മുടെ മിസ്റ്റേക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുമ്പോൾ, അല്ലേ? അപ്പോഴാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. സോ ഓരോ എക്സാമും ഓരോ മോക്ക് എക്സാമും എന്താണ്, നമ്മുടെ നീറ്റിൻ്റെ സ്കോറിലേക്കുള്ള ഓരോരോ ചവിട്ടുപടിയാണ്. ഓരോ ചവിട്ടുപടി നമ്മൾ വൃത്തിയായി കയറി പോകുമ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ ഡ്രീം സ്കോറിലേക്ക് എത്തും. അപ്പോൾ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വെറുതെ കോൺസെപ്റ്റ് പഠിച്ച് ഫൈനലി അതൊരു തിയററ്റിക്കൽ എക്സാം എഴുതി നിങ്ങളുടെ പബ്ലിക് എക്സാം ബോർഡ് എക്സാം എഴുതുന്ന പോലെ അല്ല നീറ്റ് പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം. ഇറ്റ്സ് MCQ പേപ്പറാണ്, ഒബ്ജക്റ്റീവ് പേപ്പറാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ക്വസ്റ്റനിൽ നിന്നും നിങ്ങളുടെ ഓപ്ഷൻസിലാണ് കോൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് നിങ്ങളുടെ എന്താ പറയുക കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾക്ക് ജസ്റ്റ് കോൺസെപ്റ്റ് നോളജ് മാത്രം പോരാ, യു നീഡ് ടു ബി സ്മാർട്ട്. നിങ്ങളുടെ ന്യൂമറിക്കൽസ് റൈറ്റ് ആയിരിക്കണം, നിങ്ങൾക്ക് ക്വിക്കായിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റണം, ഈസി ആയിട്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് റീകോൾ ചെയ്യാൻ പറ്റണം, എക്സാമ്പിൾസ് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റണം. ഒരുപാട്, അതായത് നിങ്ങളുടെ ഓവറോൾ അനാലിറ്റിക്കൽ ഇൻ്റലക്ച്വൽ എല്ലാ സ്കിൽസും ഈ എക്സാമിൽ റിക്വയർഡ് ആണ്. ജസ്റ്റ് ബൈ ഹാർട്ടിങ് യു ക്യാൻ നോട്ട് ജസ്റ്റ് സ്കോർ വെൽ ഇൻ ദിസ് എക്സാം. അത് നിങ്ങൾക്ക് ഒരിക്കലും വർക്കൗട്ട് ആവില്ല. സോ ഇതിനെല്ലാമുള്ള നിങ്ങളുടെ ഈ എല്ലാ സ്കില്ലുകളും എൻഹാൻസ്ഡ് ആവുന്നത് എപ്പോഴാണ്? അതായത് നിങ്ങളുടെ അനാലിറ്റിക്കൽ, പ്രോബ്ലം സോൾവിങ്, ഇൻ്റലക്ച്വൽ എല്ലാ സ്കില്ലും ആൻഡ് ഓൾസോ യുവർ കണ്ടന്റ് നോളജ്, ഇതെല്ലാം എൻഹാൻസ്ഡ് ആവുന്നത് നിങ്ങൾ എങ്ങനെ എക്സാമിൻ്റെ അതേ പാറ്റേണിൽ, നീറ്റ് എക്സാമിൻ്റെ അതേ പാറ്റേണിലുള്ള മോക്ക് എക്സാമുകൾ എഴുതുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് that you utilize each and every chance to write a mock paper, my future doctors. അപ്പം അതിന് എല്ലാവർക്കും ഇപ്പോൾ അവസരം ഉണ്ടാവണമെന്നില്ല, പക്ഷേ അങ്ങനെ അവസരമുള്ളവർ അത് ഒഴിവാക്കാതിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എക്സാംസ് മോക്ക് എക്സാം സീരീസ് ആയിട്ട് ആദ്യം മുതലേ നടക്കുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഞാൻ സിലബസ് പഠിച്ച് സെറ്റാക്കിയിട്ട് ആദ്യം മുതൽ ഒന്ന് എക്സാം എഴുതാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ എവിടെ നിൽക്കുന്നോ അത് വെച്ച് എക്സാം എഴുതിയാൽ മതി. ഇതിപ്പം നമ്മളുടെ ഫൈനൽ എക്സാം അല്ല. ഇതിൻ്റെ സ്കോർ ഇറ്റ് ഷുഡൻറ്റ് മാറ്റർ ടു യു റൈറ്റ് നൗ. വാട്ട് മാറ്റേഴ്സ് ഇസ് എക്സാം ഹാളിൽ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എൻ്റെ പ്രാക്ടീസ് എങ്ങനെ നടക്കുന്നു, എനിക്ക് എങ്ങനെ ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നു, എനിക്ക് കറക്റ്റ് ടൈമിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. നമ്മുടെ സ്കോർ അല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം. യു ഷുഡിൻ ബി ലുക്കിംഗ് അറ്റ് ദ സ്കോർസ് റൈറ്റ് നൗ. ഒരുപാട് മക്കൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ഡെയിലി പറയുന്നതാണ്, മിസ്സേ ഞാൻ എത്ര പഠിച്ചിട്ട് എഴുതിയിട്ട് സ്കോറൊന്നും ശരിയാവുന്നില്ല മിസ്സേ, റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ എൻ്റെ പേര് ലാസ്റ്റാണ് വരുന്നത്, റാങ്ക് ലിസ്റ്റിൽ പോലും എനിക്ക് വരാൻ പറ്റുന്നില്ല. സി ദാറ്റ് ഷുഡിൻ ബി യുവർ കൺസേൺ നൗ. നമ്മൾ ഫുൾ സിലബസ് മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി തുടങ്ങാൻ ഇനി ഒരുപാട് സമയമുണ്ട്.
സോ അത് ഓർത്ത് നിങ്ങളിപ്പോൾ വിഷമിക്കരുത്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്താണ്, എത്ര പഠിച്ചോ, നമ്മൾ എവിടെ നിൽക്കുന്നോ അത് വെച്ചിട്ട് എക്സാം എഴുതുക. കുറച്ച് ശരി, 5 ക്വസ്റ്റ്യൻ ശരിയെങ്കിൽ 5 ക്വസ്റ്റ്യൻ ശരിയായിക്കോട്ടെ, കുഴപ്പമില്ല. തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ട് തെറ്റിപ്പോയെന്ന് നമുക്ക് മനസ്സിലാവില്ലേ? ആ തെറ്റ് അടുത്ത മോക്ക് ടെസ്റ്റ് ആകുമ്പോഴേക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കില്ലേ? അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. സോ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു മെയിൻറ്റെയിൻ എ മിസ്റ്റേക്ക് ബുക്ക് ഓഫ് എവറി മോക്ക് ടെസ്റ്റ്. ഈ ഡിസിഷൻ ഇപ്പം എൻ്റെ കൂടെ നിങ്ങൾ എടുക്കുക. ഓരോ മോക്ക് എക്സാമും കഴിഞ്ഞ് നമുക്ക് തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് നമ്മളൊരു റഫ് ബുക്കിൽ, ഒരു മിസ്റ്റേക്ക് ബുക്കിൽ എഴുതി വെക്കാൻ പോവാണ്. അതിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടും. കഴിഞ്ഞ എക്സാമിൽ 10 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ 10 ക്വസ്റ്റ്യനും അതിൽ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ എഴുതുന്നു, ക്വസ്റ്റ്യൻ എഴുതുന്നു, അതിൻ്റെ ഓപ്ഷൻസ് എഴുതുന്നു, എന്തുകൊണ്ട് തെറ്റിപ്പോയി, നിങ്ങൾ കൊടുത്ത ആൻസറും കറക്റ്റ് ആൻസറും അവിടെ എഴുതണം. ആൻഡ് യു വിൽ റൈറ്റ് ദ റീസൺ വൈ യു മെയ്ഡ് എ മിസ്റ്റേക്ക്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കണം? ചിലപ്പം NCERT വായിച്ചിട്ടുണ്ടാവില്ല, കോൺസെപ്റ്റ് ഓർമ്മയുണ്ടാവില്ല, ഇക്വേഷൻ ഓർമ്മ വന്നില്ല, പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, എന്തുമായിക്കോട്ടെ. ഈച്ച് ആൻഡ് എവറി സബ്ജക്റ്റ് നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ ആ മിസ്റ്റേക്കിനെ റെക്ടിഫൈ ചെയ്യുന്നു. ഓരോ മോക്ക് എക്സാമിനും പോകുന്നതിന് മുമ്പ്, ഓരോ GIB എക്സാം ഹോളിലേക്കും കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫൈനൽ റെഫറൻസ് മെറ്റീരിയൽ ആയിരിക്കണം നിങ്ങളുടെ ഈ മിസ്റ്റേക്ക് ബുക്ക്. അത് ഞാൻ ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ഒന്നും അല്ല പറയുന്നത്, എല്ലാ പ്രാവശ്യവും ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു തരുന്ന കാര്യമാണ്. മിസ്റ്റേക്ക് അനാലിസിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ തെറ്റുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണെങ്കിലും നന്നായിട്ട് മാർക്ക് മേടിച്ചൂടെ? അപ്പോൾ മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, GIB എക്സാമുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. അപ്പം അതായത് വെറുതെ നിങ്ങൾ വീട്ടിലിരുന്ന് സ്വയമായിട്ട് ടെസ്റ്റ് ചെയ്തിരുന്ന പോലെയോ ഒരു ഓൺലൈനിൽ ടെസ്റ്റ് ചെയ്തിരുന്നത് പോലെയോ അല്ല നിങ്ങൾ എക്സാം ഹാളിൽ പോയി നീറ്റ് എക്സാമിൻ്റെ അതേ പാറ്റേണിൽ അതേ എക്സ്പീരിയൻസോട് കൂടി എഴുതുന്നത്. നമ്മുടെ എക്സാം നടത്തുന്നത് നീറ്റ് എക്സാമിൻ്റെ അതേ ടൈമിലാണ്, 2 to 5:20 ആഫ്റ്റർനൂൺ ടൈം. നിങ്ങൾക്കറിയാം, 3 hours 20 minutes. അതുകൂടാതെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് 35 + 10 or 15, അതായത് ടോട്ടൽ നിങ്ങൾക്ക് 45 ക്വസ്റ്റ്യൻസ് എഴുതണം ഔട്ട് ഓഫ് 50 ക്വസ്റ്റ്യൻസ്. അതേ പാറ്റേണിൽ സെക്ഷൻ A, സെക്ഷൻ B ആയിട്ടാണ് നമ്മൾ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ ടു ഈസിലി ടു ബിക്കം ആൻ എക്സ്പേർട്ട് ഇൻ ആൻസറിങ് ദ പേപ്പർ, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് കുറേ കോൺസെപ്റ്റ് പഠിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് അതോടുകൂടി പോയാൽ പോരാ. യു ഷുഡ് ബി ആൻ എക്സ്പേർട്ട് ഇൻ സോൾവിങ് ദാറ്റ് പേപ്പർ ഓൾസോ, ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഗിവ് യു ദ സ്കോർ. അത് ഈ മോക്ക് എക്സാമുകൾ എഴുതുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഐ ഹോപ്പ് യു ഗോട്ട് മൈ പോയിന്റ് ചിൽഡ്രൻ. പ്ലീസ് ഡോണ്ട് മിസ് ദ ചാൻസ് ടു റൈറ്റ് മോക്ക് എക്സാംസ്. അതിനെ നിങ്ങൾ സില്ലി ആയിട്ട് കാണരുത്. പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അറിയുന്നത് പോയി എഴുതി നോക്കുക. ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ, ദെൻ യു വിൽ നോ വെയർ യു ആർ ലാഗിങ് ബിഹൈൻഡ്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ആൻഡ് GIBയുടെ ഡേറ്റ് മറക്കണ്ട, നിങ്ങൾക്കറിയാലോ, August 25th ആണ്. രജിസ്റ്റർ ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. ആൻഡ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം കേട്ടോ. സോ ഓൾ ദി ബെസ്റ്റ്.